ഒരുമയുടെയും സ്നേഹത്തിന്റെയും കിടാത്ത തിരുനാളമായ 60 വർഷങ്ങൾ. അനേകായിരങ്ങൾക്ക് സ്നേഹദീപമായി പ്രവർത്തിച്ചു വരുന്ന MEM ഹോസ്പിറ്റലിന്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ എസ്പെറൻസ 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ജൂബിലി സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ ഈശ്വരാനുഗ്രഹം യാചിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രേയർ ഡാൻസുമായി നമ്മുടെ വേദിയിലെത്തുന്നു മീര ആന്റി. വർഷക്കാലം ഈ ഹോസ്പിറ്റലിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ചത് ഈ ഹോസ്പിറ്റലിന്റെ സീനിയർ പീഡിയാട്രീഷ്യനും മെഡിക്കൽ സൂപ്രണ്ടന്റുമായ സിസ്റ്റർ ഡോക്ടർ ധന്യ SJC ആണ്. ഇന്നത്തെ ദിവസം സന്തോഷമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി സിസ്റ്റർ ഡോക്ടർ ധന്യ SJCയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹനിധി സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്റെ പ്രണാമം. കർത്താവെ, മരുന്നോ ലേവനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന് ജ്ഞാനം 16:12 തിരുവചനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഡയമണ്ട് ജൂബിലി നിറവിലായിരിക്കുന്ന മോൺസിഞ്ഞോർ ഊരാളി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തന്റെ ഷഷ്ടിപൂർത്തിയിൽ സന്തോഷിക്കുന്ന മംഗളസുന്ദരമാണ് ഇന്ന്. കഴിഞ്ഞുപോയ 60 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരിമിതവും മിനുമിനുന്നതുമായ വഴിത്താരകളെ കണ്ടെത്തുവാൻ സാധിക്കും. നേട്ടങ്ങളിലും കോട്ടകളിലും ഉയർച്ചയിലും താഴ്ചയിലും പതറാതെ തളരാതെ ഈ നിമിഷം വരെ ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ താങ്ങി നിർത്തിയ സർവശക്തനായ തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. അതെ, കൈത്താങ്ങായി പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പൊതുസമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിതയാണ്. ഹോസ്പിറ്റലിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സദാ സന്നദ്ധയായിരിക്കുന്ന, എല്ലാ തരത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ആശുപത്രിയുടെ രക്ഷാധികാരിയും കൂടിയായ ഞങ്ങളുടെ സ്വന്തം അനിതാമ്മയെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം എന്ന പാവനകർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നത് അഭിമന്യമാർ മാത്യു മൂലക്കാട്ട് പിതാവാണ്. തന്റെ അജഗണത്തെ സർവോന്മുഖമായ വഴിത്താരയിലൂടെ നയിച്ച് തന്റെ അറിവും സ്വാധീനവും നന്മയും അതിരൂപതയുടെ ഉന്നമനത്തിനായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവ് MUM ഹോസ്പിറ്റലിലെ പുരോഗതിയിൽ അതീവ ശ്രദ്ധാലുവാണ്. തന്റെ ഔദ്യോഗിക ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ഇപ്പോൾ ഇവിടെ സന്നിഹിതനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്ന ഞങ്ങളുടെ അഭിമന്യ പിതാവിനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയം നമ്മോടൊത്ത് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വരേണ്ടതായിരുന്നു. എന്നാൽ ഇലക്ഷന്റെ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിക്കാത്തത് കൊണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ എത്തുകയും നമുക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ ഏറെ നന്ദിയോടെ ഈ സമയം അനുസ്മരിക്കുന്നു. കോട്ടയത്തിന്റെ കേരളത്തിലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് അഭിമാനമായി നിലകൊള്ളുന്ന കാരിത്താസ് ആശുപത്രിയുടെ ഡയറക്ടറും കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റുമായ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് അച്ഛൻ. കാരിത്താസ് ആശുപത്രിയുടെ ഇന്നത്തെ വളർച്ചയുടെ പിന്നിലെ കരങ്ങൾ ബിനു അച്ഛൻ്റെയും ടീമിൻ്റെതുമാണ്. ഏത് ചെറിയ ആവശ്യത്തിനും നമുക്ക് സമീപിക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. നമുക്ക് ആശംസകൾ അർപ്പിക്കാനും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനുമായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബിനു അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ തങ്കച്ചൻ അവറുകൾ നമ്മുടെ ഒഴുകൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന തന്റെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പൊതുജീവിതത്തിലൂടെ സ്വന്തം ജനങ്ങളെ സേവിക്കുവാൻ തീരുമാനിച്ച് ഫസ്റ്റ് ചാൻസിൽ തന്നെ ബഹുഭൂരിപക്ഷം വോട്ട് കരസ്ഥമാക്കി വിജയിച്ച വ്യക്തിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കുടുംബജീവിതവും സാമൂഹിക സേവനവും ഒരേ ചരടിൽ കോർത്തിണക്കി ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ സൗമ്യനും
വിനീതനുമായ അദ്ദേഹത്തെ ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്നതാണ്. ശ്രീ തങ്കച്ചൻ അവറുകളെ ഏറെ സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രായത്തിനതീതമായ ചുരിയുറപ്പോടെ തൻ്റെ അജപാലന കർമ്മം കൃത്യമായും ചിട്ടിയായും നിർവഹിക്കുന്ന മോനിപ്പള്ളി തിരുഹൃദയ ദേവാലയ വികാരിയും MUM ഹോസ്പിറ്റൽ ചാപ്ലയിനുമായ ബഹുമാനപ്പെട്ട മാത്യു ഏറ്റിയപ്പള്ളിലച്ഛന് വലിയ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് അച്ഛൻ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആശംസയർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ജനപ്രതിനിധിയും MUM ഹോസ്പിറ്റലിലെ സ്വന്തവുമാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. ജാടകളൊന്നുമില്ലാത്ത ഞങ്ങൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന സഹോദര തുല്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. തൻ്റെ സ്വാധീനവും കഴിവും ഉപയോഗിച്ച് ഒത്തിരി നന്മകൾ, സഹായങ്ങൾ അദ്ദേഹത്തിലൂടെ ഈ ആതുരാലയത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഏറെ അഭിമാനത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഇലക്ഷൻ്റെ ചൂടേറിയ തിരക്കിനിടയിലും ഇവിടെ വന്ന് മുഖ്യപ്രഭാഷണം നടത്തുവാൻ മനസ്സ് കാണിച്ച അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഹൃദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോൺസിഞ്ഞോർ ഊരാളി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിൻസിക്ക് ഒരു പ്രത്യേക സ്വാഗതം ആവശ്യമില്ലെങ്കിലും ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും ഇതിൻ്റെ അഭിവൃദ്ധിയിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുകയും ഈ പ്രോഗ്രാം ഇന്നിവിടെ യാഥാർത്ഥ്യമാക്കുവാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത റവറൻഡ് സിസ്റ്റർ പ്രിൻസിയെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് MUM ഹോസ്പിറ്റലിൻ്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ക്വാളിറ്റി ഡോക്ടർ ദീപ്തി തോമസ് ആണ്. മാഡത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന പഞ്ചായത്ത് മെമ്പേഴ്സ് ശ്രീ ന്യൂജൻ ജോസഫിനെയും ശ്രീ ജോണി സ്റ്റീഫനെയും മറ്റെല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന ഒഴുവൂർ ഫൊറോനയിലെയും അയൽ ദേവാലയങ്ങളിലെയും എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും എസ് ചർച്ച് മോനിപ്പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ജിതിൻ അച്ഛനെയും എല്ലാ സന്യസ്തരെയും ഏറെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ഇവിടെ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ ഡോക്ടേഴ്സ്, ഏറെ പ്രത്യേകമായി ഡോക്ടർ ബോസ് വർഗീസ്, ഡോക്ടർ ദിനേശ് ബാബു, മറ്റെല്ലാ ഡോക്ടേഴ്സ്, ബാക്കി എല്ലാ സ്റ്റാഫ് അംഗങ്ങളും, ഞങ്ങളുടെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കൊപ്പം എപ്പോഴുമുള്ള ഞങ്ങളുടെ അയൽവാസികൾ, ഇടവക അംഗങ്ങൾ, ഊരാളി കുടുംബക്കാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കൈക്കാരന്മാർ, ദേവാലയ ശുശ്രൂഷി എന്നിവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അയൽ ഹോസ്പിറ്റലുകളിലെയും സ്കൂളുകളിലെയും പ്രമുഖ വ്യക്തികളെ വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരിയായി MUM ഫാമിലിയെയും അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. A leader is a dealer in hope. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഈ വാക്കുകൾ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് സിസ്റ്റർ പ്രിൻസി SJCയിൽ പ്രതിഫലിക്കുന്നതായി ഞങ്ങൾ കാണുന്നു.
ഈ ഡയമണ്ട് ജൂബിലി വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ പ്രിൻസി SJCയെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏറെ ആദരണീയനായ കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവേ, സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ അനിത, കടുത്തുരുത്തി നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സാർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയ MUM കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, എല്ലാവർക്കും നമസ്കാരം. സങ്കീർത്തകൻ പറയുന്നു, ദൈവമേ, ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും, ദശതന്ത്രി നാദത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തുമെന്ന്. ആതുര ശുശ്രൂഷ രംഗത്ത് കാരുണ്യത്തിന്റെ നിറദീപം തെളിച്ചു വെച്ചുകൊണ്ട് മോൺസിഞ്ഞൂർ ഊരാളിൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ 60 വർഷം പിന്നിടുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു മോനിപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണമെന്നത്. പ്രാന്തദർശിയായിരുന്ന മോൺസിഞ്ഞൂർ സ്റ്റീഫൻ ഊരാളിലച്ചന്റെ പ്രയത്നങ്ങളോട് ചേർത്ത് മോൺസിഞ്ഞൂർ പീറ്റർ ഊരാളിലച്ചന്റെ നേതൃത്വത്തിലും നിരവധി മത്തായിയച്ചന്റെ സഹായത്തോടൊപ്പം ഇടവക ജനത്തിന്റെയും നല്ലവരായ നാട്ടുകാരുടെയും ശ്രമദാനങ്ങളും സഹകരണവും കൊണ്ട് 1962 ശിലാസ്ഥാപനം ചെയ്ത് 1964 നിർമ്മാണം പൂർത്തിയാക്കിയ മോൺസിഞ്ഞൂർ ഊരാളിൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോട്ടയം രൂപതാധ്യക്ഷൻ അഭിമന്യ തോമസ് തറയിൽ പിതാവ് ഏപ്രിൽ 4 ആശീർവദിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1970 വരെ ബഹുമാനപ്പെട്ട പീറ്റർ ഊരാളിലച്ചനോട് ചേർന്ന് മംഗലാപുരത്തു നിന്ന് വന്ന ബദനി സിസ്റ്റേഴ്സ് ആണ് ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. 1970 സെന്റ് ജോസഫ് സിസ്റ്റേഴ്സിനെ ഇവിടുത്തെ ശുശ്രൂഷയ്ക്കായി രൂപത നിയോഗിക്കുകയും 1998 അഭിമന്യ കുര്യാക്കോസ് കുന്നശ്ശേരിൽ പിതാവ് ഹോസ്പിറ്റലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ MUM ഹോസ്പിറ്റൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ഒരു സിംഗിൾ ഡോക്ടറിന്റെ ഉത്തരവാദിത്വത്തിൽ പ്രഗത്ഭരായ നേഴ്സസും ചേർന്ന് ഡെലിവറി ഉൾപ്പെടെയുള്ള എല്ലാവിധ ശുശ്രൂഷകളും ഈ ആതുരാലയത്തിലൂടെ നൽകി വന്നു. കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ആധുനിക സൗകര്യങ്ങളോടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളോട് കൂടിയ ആശുപത്രി വേണമെന്ന ആഗ്രഹപ്രകാരം സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി കോൺഗ്രിഗേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ 2002 തറക്കല്ലിട്ട് 2006 പൂർത്തീകരിച്ചതാണ് MUM ഹോസ്പിറ്റൽ സെന്റ് ജോസഫ്സ് ബ്ലോക്ക്. കോട്ടയം അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് ദിവംഗതനായ മാർ കുര്യാക്കോസ് കുന്നശ്ശേരിൽ പിതാവ് ആശീർവദിച്ച് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ KM മാണി സാർ ഉദ്ഘാടനം നിർവഹിച്ച ഈ ആതുരാലയം 5 സ്പെഷ്യാലിറ്റി ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, പീഡിയാട്രിക് മെഡിസിൻ, ഓർത്തോപീഡിക്സ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുകളോട് കൂടി ആരംഭിച്ച് ഇന്ന് 17 ഡിപ്പാർട്ട്മെന്റുകളിലൂടെ വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമാകുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കൂടാതെ 24 മണിക്കൂറും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിൽ കൺസൾട്ടന്റ് ഡോക്ടേഴ്സിന്റെ സാന്നിധ്യം ഈ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവാനുഗ്രഹത്താൽ MUM ഹോസ്പിറ്റലിൽ ഇന്ന് 21 ഡോക്ടേഴ്സ് ഉൾപ്പെടെ 183 സ്റ്റാഫ്സിന്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. 2020 മുതൽ NABH എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആയ ഈ ആതുരാലയത്തിലൂടെ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. നിർധനരായ രോഗികൾക്ക് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് കരുതലോടെ നൽകുന്നതിനായി ചുരുങ്ങിയ ചെലവിൽ ചെയ്തു വരുന്ന ലാപ്രോസ്കോപ്പിക് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജറീസും 2 വർഷമായി പ്രവർത്തിക്കുന്ന ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റും ഈ ആതുരാലയത്തിന്റെ ഒരു പൊൻതൂവലാണ്. ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലൂടെ മാസം തോറും ചെയ്യുന്ന 180 ഡയാലിസിസിൽ 65 എണ്ണം സൗജന്യമായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്നതിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. ഇന്നിന്റെ ആവശ്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരുടെ അസാന്നിധ്യം അറിയിക്കാതെ സ്നേഹവും ശുശ്രൂഷയും കരുതലോടെ നൽകുന്ന പാലിയേറ്റീവ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് MUM ഹോസ്പിറ്റലിന്റെ കാരുണ്യത്തിന്റെ വേറിട്ട ഒരു മുഖമാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഇൻഷുറൻസ് സർവീസുകൾ 30 പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസുകളും മെഡിസെപ്, കാസ്റ്റ്, ESI തുടങ്ങിയ ഗവൺമെന്റ് ഇൻഷുറൻസുകളും
ജനത്തിനു വേണ്ടി ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡയമണ്ട് ജൂബിലി ഇയറിനോടനുബന്ധിച്ചുള്ള സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി നിർധനരായ 15 രോഗികൾക്ക് സൗജന്യ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇവിടെ നടത്തി. ഈ പ്രദേശത്തുള്ള 3 വീടുകളുടെ പുനരുദ്ധാരണം, 2006 മുതൽ ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ സംഗമം, സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ, മെഡിക്കൽ ക്യാമ്പ്സ്, സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം, സ്റ്റാഫ് കോമ്പറ്റീഷൻസ്, മോഡുലാർ ഫാർമസി സെറ്റിംഗ്, സ്റ്റാഫ് ഹോം വിസിറ്റ്, ഈ പ്രദേശത്തെ രോഗികളും വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളും താമസിക്കുന്ന 60ഓളം ഭവനങ്ങളിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ നേതൃത്വത്തിൽ രോഗീ പരിചരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തുവാൻ സാധിച്ചു. കൂടാതെ ഈ കഴിഞ്ഞ ഒരു വർഷം ചാരിറ്റി ട്രീറ്റ്മെന്റ് ഇനത്തിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഡയമണ്ട് ജൂബിലി നിറവിലായിരിക്കുന്ന MUM ഹോസ്പിറ്റലിന്റെ പിന്നിട്ട ഈ വഴിത്താരകളിൽ വെളിച്ചമേകിയ തമ്പുരാന് കൃതജ്ഞത അർപ്പിക്കുന്നു. ഒട്ടേറെ പേരുടെ ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിയർപ്പ് തുള്ളികളുടെയും ഫലമാണ് ഈ ആതുരാലയം. ആരംഭം മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഡയറക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, ഇടവക വികാരിമാർ, നഴ്സസ് ആൻഡ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഊരാളിൽ കുടുംബം, ഉപകാരികൾ, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവരെയും ഇത്തരുണത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കുന്ന സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലെ നാളിതുവരെയുള്ള എല്ലാ സുപ്പീരിയർ ജനറൽസ്, കൗൺസിലേഴ്സ് എന്നിവരെയും ഇപ്പോൾ ഈ ആതുരാലയത്തിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന മദർ സിസ്റ്റർ അനിതയെയും കൗൺസിലേഴ്സിനെയും, വളരെ പ്രത്യേകമായി മെഡിക്കൽ ആൻഡ് സോഷ്യൽ വർക്ക് കൗൺസിലർ സിസ്റ്റർ ഡോക്ടർ ഗ്രേസിയുടെ സേവനങ്ങളെയും കരുതലിനെയും എടുത്തു പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. കൂടാതെ ഇവിടുത്തെ ഓരോ ചലനങ്ങളെയും കൂടുതൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്ന MUM ഹോസ്പിറ്റൽ ട്രസ്റ്റ് മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് ബോർഡ് എന്നിവരുടെ സേവനങ്ങളെയും ഞാൻ ഏറെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. എല്ലാറ്റിലും ഉപരി നാളിതുവരെ നമ്മെ തൻ്റെ കൈവെള്ളയിൽ താങ്ങിപ്പിടിച്ച, നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യോഗസമക്ഷം ഞാനിവിടെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു. മികവുറ്റ റിപ്പോർട്ട് അവതരിപ്പിച്ച റവറൻഡ് സിസ്റ്റർ പ്രിൻസി SJCക്ക് നന്ദി. എ ഗ്രേറ്റ് മാൻ ഈസ് ഓൾവേസ് വില്ലിംഗ് ടു ബി ലീഡ്. അതെ, സിമ്പിൾ, ഹംബിൾ ആൻഡ് ജനറസ് പേഴ്സൺ. ഇത് മറ്റാരുമല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ അനിതയാണ്. എപ്പോഴും ഹോസ്പിറ്റലിന്റെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, ഏത് ആവശ്യങ്ങൾക്കും ഞങ്ങൾ വിളിച്ചാലും സംലഭ്യയാകുന്ന മദർ സിസ്റ്റർ അനിത SJC ആണ് ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലും ഹോസ്പിറ്റൽ ട്രസ്റ്റ് പ്രസിഡന്റുമായ മദർ അനിതയെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്ദ്യ മാർ മാത്യു മുലക്കാട്ട് പിതാവേ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA മോൻസ് ജോസഫ് സാർ, ആശംസകൾ അർപ്പിക്കുന്ന, ഓൺലൈനിൽ തന്നെ ആശംസകൾ അർപ്പിക്കുന്ന അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സാർ, കാരിത്താസിൻ്റെ ഡയറക്ടർ ബിനു കുന്നത്തച്ഛൻ, ഈ പള്ളി വികാരിയും ഇതിൻ്റെ ചാപ്പളയനുമായ മാത്യു ഏറ്റിപ്പള്ളിയിലച്ച, ഒഴുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ സാർ, നല്ല ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ പ്രിൻസി, സ്വാഗതം ആശംസിച്ച ഡോക്ടർ ധന്യ, നന്ദി പറയുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ദീപ്തി തോമസ്, പ്രിയം നിറഞ്ഞ വൈദികരെ, PV ചാക്കോ സാർ ഉൾപ്പെടെ ജോണീസ്, വിശിഷ്ട വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയം നിറഞ്ഞ സിസ്റ്റേഴ്സ്, വൈദികരെ, സ്നേഹം നിറഞ്ഞ MUM കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന തിരുവചനങ്ങളിലൂടെ
വജ്ര ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഈ MUM ഹോസ്പിറ്റലിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. വി കെയർ ഗോഡ് കെയേഴ്സ് എന്ന ആപ്തവാക്യവുമായി കഴിഞ്ഞ 60 വർഷങ്ങൾ പിന്നിടുന്ന അതെ കർമ്മപുണ്യങ്ങളിലൂടെ ഈ നാടിന് സ്വന്തമാക്കി തീർക്കാൻ ഈ ഹോസ്പിറ്റലിനെ നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവതിരുമുൻപിൽ സമർപ്പിക്കുകയും സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ഹോസ്പിറ്റലിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, സാധാരണക്കാരായ ആളുകൾക്ക് സമീപസ്ഥമാണ്. സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുന്ന ഒരു പ്രത്യേകതയോടെ ആർക്കും ഇവിടേക്ക് കടന്നു വരാം. ഇവിടെ ആയിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾക്കും അതുപോലെ തന്നെ കടന്നു വരുന്നവർക്കും ഒരു സ്വന്തം എന്ന ഫീലിങ്സ് ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അന്വർത്ഥമാണ്. മാത്രമല്ല, ഏതൊരു ആവശ്യങ്ങൾ വന്നാലും ഓടി വരാൻ, അതുപോലെ തന്നെ വീടുകളിലേക്ക് ഓടിച്ചെല്ലാൻ, നാട്ടിലേക്കും കുടുംബങ്ങളിലേക്കും രോഗികളിലേക്കും ഓടിച്ചെല്ലുവാൻ മനസ്സ് കാണിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളും ഇവിടെ ധാരാളമുണ്ട് എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഫീലിംഗ്, ഒരമ്മയുടെ ഫീലിംഗാണ് ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്. അതിനെല്ലാം കാരണം കണ്ണിൽ നിറയെ കനിവും ഹൃദയത്തിൽ കനലും പാദങ്ങളിൽ ചിറകുകളും വെച്ച് ഓടി നടക്കുന്ന, പറന്നു നടക്കുന്ന, ശുശ്രൂഷിക്കാൻ മനസ്സ് കാണിക്കുന്ന ആതുര ശുശ്രൂഷകരാണ് ഇവിടെ ഇന്നുള്ളത് എന്ന് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. അതിന് പിന്നിലേക്ക് നോക്കിയാൽ നല്ല നിലത്ത് വീണത്, അതെ പാറപ്പുറത്ത് നട്ടത്, പാറപ്പുറത്ത് അടിസ്ഥാനമിട്ട MUM ഹോസ്പിറ്റൽ, ഊരാളിൽ കുടുംബം അന്ന് പാകിയ ആ വിത്ത്, അന്ന് പാകിയ ആ കല്ല് നല്ല രീതിയിൽ പണിതതുകൊണ്ടും നല്ല രീതിയിൽ മുളച്ചു പൊങ്ങിയതുകൊണ്ടും അതിൻ്റെ മുകളിലേക്ക് സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ അത് നട്ടു വളർത്തിയപ്പോൾ അതിനൊരു കേടും വരാതെ നാട്ടുകാർക്ക് മുഴുവൻ ഉപകാരമുള്ള നല്ല ഒരു ഹോസ്പിറ്റലായി ഇന്നും പരിശോഭിക്കുന്നു എന്ന് ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ പറയുവാൻ സാധിക്കും. സ്ഥാപക പിതാവ് ദൈവദാസൻ തൊമ്മിയച്ചൻ സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സ്ഥാപിക്കാൻ തന്നെ കാരണമായത് അഗതികളും ആലംബഹീനരുമായ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുവാനാണ്. സമൂഹത്തിലെ എളിയവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിച്ച അസൈലം, അതാണ് കോൺഗ്രിഗേഷൻ്റെ തന്നെ ആദ്യ കല്ല്. അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ രൂപപ്പെടുത്തി. അതിൻ്റെ ഒരു നല്ല ആവിഷ്കാരമാണ്, കരുണ നിറഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദിയാണ് ഈ MUM ഹോസ്പിറ്റൽ എന്ന് സന്തോഷത്തോടെ പറയട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനും ആ അമ്മയ്ക്കും അമ്മിഞ്ഞപ്പാലിൻ്റെ മണമുണ്ടാകും. പാടത്തും പറമ്പിലും പണി ചെയ്ത് കയറി വരുന്ന അപ്പൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം മക്കൾക്ക് ലഭിക്കും. ഇതുപോലെ ഈ ഹോസ്പിറ്റലിലേക്ക് കയറി വരുന്ന ഓരോ രോഗിയുടെ വ്രണങ്ങൾ കഴുകിക്കെട്ടുമ്പോഴും അവരുടെ മുറിവുകൾ സ്റ്റിച്ചിടുമ്പോഴുമൊക്കെ അവരുടെ ചോരയുടെ മണം ഓരോ ഡോക്ടറിനും ഓരോ നേഴ്സിനും ആ രോഗികൾക്കും ലഭിക്കും. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, അതിൻ്റെ ഗന്ധം മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സുഗന്ധം സ്വീകരിക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ അത്രമാത്രം സൗരഭ്യം പകരുന്ന സൗഹൃദം ഇവിടെ രൂപപ്പെട്ടു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് അറിവിന് വേണ്ടി
നാം സ്കൂളുകളിലേക്ക് അധികം പോകേണ്ടി വരില്ല. കാരണം കാലഘട്ടം അതുപോലെ വളർന്നു കഴിഞ്ഞു. ഇൻ്റർനെറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മീഡിയകളുടെയും ഒക്കെ ഉപകരണം കാരണം അറിവ് നമുക്ക് എവിടെ നിന്നും ലഭിക്കും. ഈ അറിവ് നേടി തളർന്നു വീഴുന്ന മക്കളെ നമുക്ക് ഓരോ ദിവസവും പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്നും രാവിലെയും പത്രത്തിൽ നാം വായിച്ചു കേട്ടു മരണമടഞ്ഞ അനേകം മക്കളുടെ വിശേഷങ്ങൾ. ഇങ്ങനെ തളർന്നു വീഴുന്ന മക്കൾക്ക് അഭയമാകാൻ കഴിയുന്നത് ഇന്ന് സ്കൂളുകളിലല്ല, സ്കൂൾ മുറികളിലല്ല, ഗുരുമുഖത്തു നിന്നുമല്ല. കാരണം അവരൊക്കെ അപ്രത്യക്ഷമായി പോയേക്കാം. കാരണം അറിവ് തേടി ഇൻ്റർനെറ്റിനെ എല്ലാവരും സമീപിക്കും. പകരം ഇതുപോലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് ആണ് അവർ കടന്നു വരിക. ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ആ ഒരു മുറിയിൽ അല്ലെങ്കിൽ ആ ഒരു കട്ടിലിൽ മാത്രം അവരുടെ ബന്ധം ഒതുങ്ങുന്നതല്ലായിരിക്കണം. അത് അവരുടെ വീടുകളിലേക്ക് കടക്കാൻ സാധിക്കണം. അവിടെ നിന്ന് നാട്ടിലേക്ക് കടക്കണം. അങ്ങനെ ലോകത്തിലേക്ക് ഈ ദൈവത്തിൻ്റെ സുഗന്ധം പരത്താൻ കഴിയും വിധം ഓരോ ഡോക്ടറും ഓരോ നേഴ്സും ക്രിസ്തുവിൻ്റെ സുഗന്ധമായി മാറണം. ദൈവത്തിൻ്റെ സ്നേഹമായി സുഗന്ധമായി മാറണം. അങ്ങനെ മാത്രമേ ഇന്നൊരു ഹോസ്പിറ്റലിന് നിലനിൽക്കുവാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ശിക്ഷണം തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ലഭ്യമാക്കുവാൻ ഇവിടെയുള്ള എല്ലാവരും പരിശ്രമിക്കണം. എല്ലാ സ്റ്റാഫംഗങ്ങളും അതിന് മുൻകൈ എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല ശിക്ഷണം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് പറയുവാൻ എനിക്ക് പലപ്പോഴും അവസരമുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാനത് ഓർമ്മിക്കുകയാണ്. പാതയോരത്ത് കടത്തിണ്ണയിൽ കിടന്നിരുന്ന ഒരു രോഗിയെയും കൊണ്ട് ഒരിക്കൽ ഞാനിവിടെ വരാൻ ഇടയായി. ഇവിടെ വരുന്നപ്പോൾ അതിൻ്റെ കാല് കഴുകിക്കെട്ടാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ സിസ്റ്റേഴ്സ് എല്ലാവരും പറഞ്ഞു, അമ്മ ഇപ്പോൾ കഴുകണ്ട, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ കഴുകിക്കെട്ടാമെന്ന്. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്ററെ ഇത് ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടിയേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന്. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഇതൊന്ന് കഴുകിക്കെട്ടാനൊന്ന് അനുവദിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ തന്നെ കഴുകിക്കെട്ടിക്കോളാം, അവരല്ല ഞാനാണ് കഴുകിക്കെട്ടുന്നത്. അത്രമാത്രം ഇന്നും ഞാൻ നന്ദിയോടെ ആ ഡോക്ടറിനെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ പൂജയോടെ നന്ദിയോടെ വന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം എളിമയും വിനയവും പാവങ്ങളോടൊത്ത് ശുശ്രൂഷ ചെയ്യുവാൻ, പാവങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യവുമുള്ള ഡോക്ടേഴ്സും അതിനോട് ചേർന്ന് സഹകരിക്കുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയുമാണ് എനിക്ക് ഇവിടെ കാണുവാനായി പലപ്പോഴും സാധിച്ചിട്ടുള്ളത്. അവരെ കണ്ടിട്ട് വേണം നീ ദൈവമാണോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ഡോക്ടറിനെയും ഓരോ നേഴ്സിനെയും കണ്ട് മറ്റ് സ്റ്റാഫ് അംഗങ്ങളെയും കണ്ട് നിങ്ങൾ ദൈവമാണോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവാണോ എന്ന് ചോദിക്കാൻ തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനം നമുക്കിവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിനുവേണ്ടി ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റലിലെ എല്ലാവരെയും കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയവരെയും നന്ദിയോടെ ഓർമ്മിക്കുകയും അതിന് നേതൃത്വം നൽകുന്ന അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ പ്രിൻസിയെ പ്രത്യേകം അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജൂബിലിയുടെ എല്ലാ അംഗങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ അനിത. MEM ഹോസ്പിറ്റലിന്റെ ഒരു സ്നേഹോപഹാരം സിസ്റ്റർ അനിതയ്ക്ക് നൽകുന്നതിനായി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ പ്രിൻസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. A true leader leads with affection, not power. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് MEM ഹോസ്പിറ്റലിന് എപ്പോഴും പ്രചോദനമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം MEM ഹോസ്പിറ്റലിന്റെ ഏത് ആവശ്യങ്ങൾക്കും എപ്പോഴും കൂടെയുണ്ടാകുന്ന ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയുമാണ്. ഉദ്ഘാടനം എന്ന പാവന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനെ
ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. MUM ഹോസ്പിറ്റലിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് അധ്യക്ഷത അലങ്കരിക്കുന്ന റവർ സിസ്റ്റർ അനിത SJC, ഈ വേദിയെ തനിയാക്കുന്ന പ്രിയങ്കരനായ MLA ശ്രീ മോൻസ് ജോസഫ്, കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിനു അച്ച, നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട മാത്യു പള്ളിലച്ച, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ, ഈ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ പ്രിൻസി, എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച സിസ്റ്റർ ധന്യ, കൃതജ്ഞത അർപ്പിക്കുന്ന ഡോക്ടർ ദീപ്തി തോമസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഊരാളിൽ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, 60 വർഷത്തെ സ്തുത്യർഹമായ ശുശ്രൂഷയുടെ നല്ല ഓർമ്മകൾ മനസ്സിൽ പങ്കുവെച്ച് ഈ MUM കുടുംബവുമായിട്ട് ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഗ്രഹീത നിമിഷം ഏറെ ധന്യമാണ്. തീർച്ചയായും മോൺസിഞ്ഞോർ സ്റ്റീഫൻ ഊരാളിയുടെ ഓർമ്മയിൽ, മോൺസിഞ്ഞോർ PT ഊരാളിയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ ആതുര ആലയം ആ സാഹചര്യങ്ങളിൽ വളരെയേറെ അത്യാവശ്യമായ ഒന്നായിരുന്നു. പ്രത്യേകിച്ചും ആതുര ശുശ്രൂഷ സംവിധാനങ്ങളും അതുപോലെ ഗതാഗത സൗകര്യങ്ങളും വളരെ കുറവായിരുന്ന കാലഘട്ടത്തിൽ മോനിപ്പള്ളിയിലും ചുറ്റുപാടുകളുമുള്ള ആളുകൾക്ക് അത്യാവശ്യമായ ആതുര ശുശ്രൂഷ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ചെറിയ തോതിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം പിന്നീട് സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സിൻ്റെ കൈകളിലൂടെ വളർന്ന് ഇന്ന് അഭിമാനാർഹമായ ഒരു നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി പ്രശോഭിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ കഴിഞ്ഞ 60 വർഷങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കും ആ നന്മകളിൽ പങ്കുചേർന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷം വളരെ അതുല്യമാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ആതുര ശുശ്രൂഷ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും നല്ല ശുശ്രൂഷ ലഭിക്കുന്ന സ്ഥലങ്ങൾ അന്വേഷിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ MUM ഹോസ്പിറ്റൽ ഈ പ്രദേശത്ത് മാത്രമല്ല അകലങ്ങളിലുള്ളവർക്ക് പോലും തങ്ങൾക്ക് ആവശ്യമായ നല്ല പരിചരണത്തിൻ്റെ ഒരു വേദിയായിട്ട് മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 60 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു എന്ന് പറയുമ്പോൾ പ്രായമായി എന്നല്ല അർത്ഥം. അനുഭവ സമ്പത്ത് കൊണ്ട് ധന്യമായ ശുശ്രൂഷകൾ കൂടുതൽ ഫലപ്രദവും സജീവവുമാക്കുവാനായിട്ടുള്ള കഴിവ് നേടി എന്നാണ് നാം മനസ്സിലാക്കുക. അങ്ങനെ കഴിഞ്ഞ 60 വർഷക്കാലം ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ആവശ്യമായ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഊരാളിൽ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. ആ കുടുംബക്കാരും ഈ ആശുപത്രിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഓർക്കുകയാണ്. നമുക്കറിയാം, ദൈവദാസൻ തൊമ്മി അച്ഛൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് സെൻറ്റ് ജോസഫ് സമൂഹത്തിലൂടെ ലോകത്തിന് ദർശിക്കുവാൻ സാധിക്കുക. ആ കാരുണ്യത്തിൻ്റെ മുഖം ഏറ്റവും കൂടുതൽ പ്രകാശിതമാകുന്നത് വേദനിക്കുന്നവരോടും വിഷമിക്കുന്നവരോടും കൂടി ആയിരിക്കുമ്പോഴാണ്. രോഗാവസ്ഥയിലും ശാരീരിക ബലഹീനതകളിലുമൊക്കെ ആയിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ കാരുണ്യ സ്പർശം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലനം നേടി ഈ മേഖലയിലേക്ക് കടന്നു വന്ന സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് ഈ ആശുപത്രിയുടെ വളർച്ചയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. ഇനിയും അത് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ കാരുണ്യ ശുശ്രൂഷയിൽ വാസ്തവത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവമാണ് സുഖപ്പെടുത്തുന്നത് എന്നുള്ള ബോധ്യമാണ്. വി കെയർ ബട്ട് ഗോഡ് ക്യൂവേഴ്സ്, ഇതാണല്ലോ ഈ ആതുരാലയത്തിൻ്റെ ആപ്തവാക്യം തന്നെ. അപ്പോൾ മനുഷ്യർക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകൾ നാം ചെയ്യുമ്പോഴും ശുശ്രൂഷയുടെ ഫലം അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ ശാന്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവോടുകൂടി എളിയ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന ശുശ്രൂഷകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ തോതിൽ ആരംഭിച്ച ഈ ഒരു സ്ഥാപനം കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാലോചിതമായിട്ട് വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും അതിൻ്റെതായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്.
അങ്ങനെയുള്ള ചലനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കി കാലത്തിൻ്റെ ആവശ്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഫലദായകമായിട്ട് മാറുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പാലിയേറ്റീവ് ശുശ്രൂഷ മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരുവാനും ആ ശുശ്രൂഷ അനേകർക്ക് ഉപകാരപ്രദമാക്കുവാനും ഈ ആശുപത്രിക്ക് സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ദീർഘമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുണയും മനുഷ്യർക്ക് ലഭ്യമാക്കുവാനായിട്ട് മനുഷ്യർ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അതിനായിട്ട് ശുശ്രൂഷയിലൂടെ അവർ തങ്ങളുടെ ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അനേകം ആളുകൾക്ക് ആശ്വാസമാകുന്നു, അനേകം പേർക്ക് അത് ജീവിതത്തിന് അത്താണിയായിട്ട് മാറുന്നു. ഈ ഒരു വലിയ ശുശ്രൂഷ ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ MUM ഹോസ്പിറ്റലിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഈ ആശുപത്രിയുടെ ഈ ഒരു ആപ്തവാക്യം തങ്ങളുടെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ തങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് സഹോദരങ്ങൾക്കായി തങ്ങളെ തന്നെ വ്യയം ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷ പദ്ധതി കൂടുതൽ കൂടുതൽ നന്മയും ഫലവും ഉളവാക്കുവാൻ പര്യാപ്തമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ 60 വർഷങ്ങൾ കൊണ്ട് ഈ സ്ഥാപനത്തിന് ചെയ്യാൻ സാധിച്ച നന്മകളിലൂടെ നന്മകൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ആവശ്യങ്ങൾക്കനുസരിച്ച് കാലഘട്ടത്തിൻ്റെയും നാടിൻ്റെയും മാറ്റങ്ങൾക്കനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ ശുശ്രൂഷാ വേദികളെ കൂടുതൽ പ്രകാശിതമാക്കുവാൻ ദൈവദാസൻ തൊമ്മിയച്ചൻ്റെ കാരുണ്യത്തിൻ്റെ ആ മനോഭാവം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പ്രവർത്തനങ്ങളിൽ പ്രസരിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ ഹോസ്പിറ്റൽ കുടുംബത്തിലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹോസ്പിറ്റലിന്റെ ഒരു സ്നേഹോപഹാരം പിതാവിന് നൽകുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ട്രസ്റ്റ് പ്രസിഡന്റ് മദർ അനിതയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ഇപ്രകാരം പറയുന്നു: നടക്കുമെന്നും നടത്തുമെന്നും തീരുമാനിക്കുക, എങ്കിൽ അതിനുള്ള മാർഗം നാം കണ്ടെത്തും. ഈ നിയോജക മണ്ഡലത്തെക്കുറിച്ച് ഊണിലും ഉറക്കത്തിലും സ്വപ്നം കണ്ട് MUM ഹോസ്പിറ്റലിന്റെ സഹോദര തുല്യനായി മാറിയ MLA അഡ്വക്കേറ്റ് മോൻ ജോസഫ് അവറുകളെ മുഖ്യപ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കോട്ടയം അതിരൂപതയുടെ അഭിവന്യ മെത്രാപ്പൊലീത്ത, നമുക്കെല്ലാം ആദരണീയനായ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ്, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ പ്രിയപ്പെട്ട അനിത സിസ്റ്റർ, നമുക്കെല്ലാം ഏറ്റവും ആദരണീയനായ മുനിപ്പള്ളി ത്രിഹൃദയ ദേവാലയത്തിൻ്റെ വികാരിയസ് ഫാദർ മാത്യു എറ്റി പിള്ളച്ചൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KM തങ്കച്ചൻ അവരുടെ, കാരിത്താസ് ആശുപത്രിയുടെ പ്രിയപ്പെട്ട ഡയറക്ടർസ് സ്നേഹം നിറഞ്ഞ റവറൻ ഡോക്ടർ ബിനു കുന്നത്തച്ഛൻ, പ്രിയപ്പെട്ട MUM ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് പ്രിയപ്പെട്ട ഡോക്ടർ ധന്യ സിസ്റ്റർ, അഡ്മിനിസ്ട്രേറ്റർ പ്രിയമുള്ള പ്രിൻസി സിസ്റ്റർ,
സ്നേഹം നിറഞ്ഞ ഡോക്ടർ ദീപ്തി തോമസ്, ആദരണീയരായ മറ്റ് വിശിഷ്ടാതിഥികളെ, ജോസഫച്ചനടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട വൈദിക സിസ്റ്ററെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി സ്വി സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ജനനേതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള PT ഊരാളടക്കമുള്ള ഊരാളിൽ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മോനിപ്പള്ളി MUM ഹോസ്പിറ്റലിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാ മംഗളാശംസകളും നേരുന്നു. ഇവിടെ അഭിമന്യ മൂലക്കാട്ട് പിതാവും അതുപോലെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ച പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും എല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ മോനിപ്പള്ളി ഒരു കാലഘട്ടത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് ജനങ്ങൾക്ക് വലിയ സേവനം നൽകിയ ഒരു ആശുപത്രി എന്ന നിലയിലാണ് എല്ലാവരുടെയും മനസ്സിൽ MUM ഹോസ്പിറ്റലുള്ളത്. പടിപടിയായി വളർച്ചയുടെ പാതകൾ പിന്നിട്ട് വിവിധ കാലഘട്ടങ്ങളിൽ സിസ്റ്റേഴ്സിൻ്റെ കഠിനാധ്വാനം കൊണ്ടും കോട്ടയം അതിരൂപതയുടെ താല്പര്യപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് ആശുപത്രി ജനസേവനത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങി നല്ല നിലയിൽ ജനങ്ങൾക്ക് സേവനം നൽകി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനോപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെല്ലാം ഇന്ന് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെ വളരെ ശ്രമകരമായ ജോലിയാണ്. കാരണം നിരവധി വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം നേരിട്ടുകൊണ്ടാണ് ആശുപത്രികൾ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലും തകരാതെ വളർച്ചയുടെ പാതയിലേക്ക് കടന്നു പോകാനുള്ള കഠിനാധ്വാനവും തീവ്രമായ പരിശ്രമവും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ ഇവിടെ തന്നെ സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ ഇക്കാര്യത്തിലെടുക്കുന്ന താല്പര്യം, അഭിമന്യ മൂലക്കാട്ട് പിതാവ് ഉൾപ്പെടെ ആശുപത്രിക്ക് വേണ്ടി കൊടുക്കുന്ന പ്രോത്സാഹനം, സഹായ സഹകരണങ്ങളെല്ലാം ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനിയും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ, ജനങ്ങൾക്ക് കൂടുതൽ ആതുര ശുശ്രൂഷ നൽകുവാൻ ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ മംഗളാശംസകളും ഞാൻ നേരുന്നു. നമ്മുടെ ആശുപത്രികൾ എപ്പോഴും നമുക്ക് ഉപകാരപ്രദമാണ്. രാവിലെ അപ്രതീക്ഷിതമായി എനിക്കും ഒരു അത്യാവശ്യ സാഹചര്യം വന്നു. പെട്ടെന്ന് കാരിത്താസ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഞാൻ കോട്ടയം ടൗണിൽ 1-2 സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാരിത്താസിലേക്ക് പോയാൽ മതി. ഉടൻ തന്നെ ബിനോസിനെ വിളിച്ചു, പെട്ടെന്ന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. മനുഷ്യ ജീവിതത്തിൽ നമുക്കെല്ലാം ആർക്കും പറയാൻ കഴിയില്ല എപ്പോഴാണ് ആശുപത്രികളെ കൊണ്ടായാലും മനുഷ്യരെ കൊണ്ടായാലും നമുക്ക് ഉപകാരവും ആവശ്യവും വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ഏത് സമയത്തായാലും ഏറ്റവും വിലപ്പെട്ട സേവനം കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ നമ്മുടെ ആശുപത്രികൾ ഉയർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളത് ക്രൈസ്തവ സഭയുടെ തലത്തിലും ഇത് വലിയ സേവനമാണ് മനുഷ്യർക്ക് വേണ്ടി നൽകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മഹത്തരമായ ഇത്തരം പ്രവർത്തനങ്ങളെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ട്, പിന്തുണ ആവശ്യമാണ്. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും സിസ്റ്റേഴ്സ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഏത് കാര്യങ്ങളിലും അതിനെല്ലാം വേണ്ടി സഹകരിച്ച് നിൽക്കുകയും ആത്മാർത്ഥമായ മനസ്സോടെ അതിലെല്ലാം ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആശുപത്രി നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഈ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ ഒക്കെ പിന്തുണയുണ്ടാകുമെന്ന് അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികളിവിടെ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതിനൊക്കെ, പക്ഷെ അവരുടെ ഒരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് എന്ന് കണക്കാക്കി നിങ്ങൾ ചോദിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകമായി നന്മകൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ MUMൻ്റെ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ മംഗളാശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്. താങ്ക് യു സർ. MUM ഹോസ്പിറ്റലിന്റെ ടോക്കൺ ഓഫ് ലവ് MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന് നൽകുന്നതിനായി സിസ്റ്റർ ഡോക്ടർ ധന്യ SJC സ്വാഗതം ചെയ്യും. പഴയ ഗാനങ്ങൾ നമുക്കിപ്പോഴും ഹരം നൽകുന്നതാണ്. എന്നാൽ ആ ഗാനം നമ്മൾ വിചാരിക്കാത്ത ഒരാൾ പാടിയാലോ? ശ്രുതി മനോഹരമായ ഒരു ഗാനവുമായി നമ്മുടെ മുൻപിലെത്തുന്നു MUMലെ വാനമ്പാടി ലിസമ്മ ചേച്ചി. ലെറ്റ് us enjoy it. ഒരു
കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാവുക. ഇന്നത്തെ ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ബിനു കുന്നത്തച്ഛൻ ചായ് കേരളയുടെ പ്രസിഡന്റും കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുമാണ്. ഞങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ഏതാവശ്യങ്ങളിലും സഹായഹസ്തവുമായി മുന്നിട്ട് നിൽക്കുന്ന കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ അച്ഛൻ്റെ ആശംസ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. Let us welcome Reverend Father Binu Kunnath for the felicitation. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട റവറൻഡ് സിസ്റ്റർ അനിത SJC, അഭിമന്യ മൂലക്കാട്ട് പിതാവേ, സ്നേഹമുള്ള അഡ്വക്കേറ്റ് ശ്രീ മോൻസ് ജോസഫ് MLA, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ടവരെ, മോനിപ്പള്ളിയിൽ MC റോഡിനോട് ചേർന്ന് മനോഹരമായ MEM ഹോസ്പിറ്റൽ ഡയമണ്ട് ജൂബിലി ആഘോഷ നിറവിൽ നിൽക്കുമ്പോൾ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു മനോഹരമായ ഗാനം ആലപിച്ച ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ചേച്ചി, ആ ചേച്ചിയുടെ പാട്ട് കേട്ടാൽ തന്നെ മതി എന്തൊരു പോസിറ്റീവായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളാണ്. പ്രായഭേദമന്യേ എനിക്കും ഈ MEMന്റെ ആഘോഷ പരിപാടിയിൽ പാടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ ചേച്ചിയുടെ മോളിൻ്റെ ഒത്തുകല്യാണം വൈകിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിനിടയ്ക്ക് വെച്ച് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ പരിപാടിക്ക് പങ്കെടുക്കുവാനായിട്ട് വന്നിട്ടുള്ളത്. 183 സ്റ്റാഫ് അംഗങ്ങളുള്ള ഈ MEM ഹോസ്പിറ്റലിലെ കുടുംബങ്ങളുടെ ഒരു ആഘോഷ മാരാവാണ് ഈ ഡയമണ്ട് ജൂബിലി ആഘോഷ രാവിൽ. എസ്പെറാൻസ എന്ന വാക്കിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നത് പ്രതീക്ഷയുടെ ഒരു സുദിനമാണ്. സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനെ പറ്റി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. വിത്ത് ഗുണം 10 ഗുണം. തൊമ്മിയച്ചനാൽ സ്ഥാപിതമായ ഈ കോൺഗ്രിഗേഷനിൽ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട അനിത സിസ്റ്ററിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെയാണ് നിൽക്കുക. ഉള്ളിൻ്റെ ഉള്ളില് സ്നേഹവും ആതുര സ്നേഹവും ഈശോ ഭൂമിയിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചതുപോലെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ സുവിശേഷവുമായിട്ടാണ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ ഇപ്പോൾ കൂടുതലായിട്ട് പ്രവർത്തന മേഖലയിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കാരണം 100 വർഷം പൂർത്തിയാക്കിയ കൈപ്പുഴയിലെ അസൈലവും കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ഥാപിതമായിട്ടുള്ള സെന്റ് ജോസഫ് ഹോം, ഈ 2 സ്ഥാപനങ്ങൾ മാത്രം മതി സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ ചേർത്തുപിടിക്കലിൻ്റെ, കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ആതുര ശുശ്രൂഷയുടെ വേറിട്ട മുഖം സമൂഹത്തിലേക്ക് കാഴ്ചവെക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ. അതുപോലെ തന്നെ 1964 സ്ഥാപിതമായ ഈ MEM ഹോസ്പിറ്റൽ, ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ 2 ഉത്തരവാദിത്തമാണ് ഉള്ളത്. ഒന്ന്, കാരിത്താസ് ആശുപത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഇന്ത്യ കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഡയമണ്ട് ജൂബിലിയ ആശംസ അർപ്പിക്കുവാനായിട്ടാണ്. കാരിത്താസ് ആശുപത്രിയും MEM ഹോസ്പിറ്റലും 2 സ്ഥാപിതമായിരിക്കുന്നത് അഭിവൃദ്ധി തറയിൽ പിതാവിനാലാണ്. തറയിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണമാണ് കാരിത്താസ് ആശുപത്രിയും MEM ഹോസ്പിറ്റലും. 62 കാരിത്താസ് ആശുപത്രി ആരംഭിച്ചുവെങ്കിൽ തൊട്ടടുത്ത് തന്നെ 64 MEM ഹോസ്പിറ്റൽ ആരംഭിച്ചുകൊണ്ട് ഈ മോലിപ്പള്ളിയിലുള്ളവർക്ക് സമഗ്രമായ ചികിത്സ, യേശുവിൻ്റെ ആ ശുശ്രൂഷ നൽകുവാനായിട്ട് ഇവിടെ ആരംഭം കുറിച്ചു. അതിൻ്റെ 60 വർഷമാണ് ഞാൻ ആഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ,
ഈ 60 വർഷം കൊണ്ട് എത്രയോ നന്മകൾ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുവാനായിട്ട് സാധിച്ചുവെന്ന് ഓരോരുത്തർക്കും അറിയാം. എപ്പോഴും മാറ്റങ്ങൾ സമൂഹത്തിന് അനിവാര്യമാണ്. മാറ്റങ്ങളില്ലാത്ത പ്രവർത്തനങ്ങൾ എപ്പോഴും ശിഥിലീകരിക്കപ്പെട്ടു പോകും. എന്നാൽ കുറേ വർഷങ്ങളായിട്ട് ഈ MIM ഹോസ്പിറ്റല് മാറ്റങ്ങളുടെ നീണ്ട പരമ്പരകൾ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലുക്ക് ആൻഡ് ഫീൽ മാത്രമല്ല, ഇവിടെ ഉള്ള 183 MIM കുടുംബാംഗങ്ങളുടെ ഇടപെടലുകളും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മുഖത്തുള്ള സന്തോഷവും ചിരിയും ഒക്കെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലിൻ്റെ ഒരു മാറ്റങ്ങളുടെ ചലനം ഈ MIM ഹോസ്പിറ്റലിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. 21 ഡോക്ടേഴ്സും ബാക്കിയുള്ള നേഴ്സുമാരും അടങ്ങുന്ന MIM ഹോസ്പിറ്റലിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ ആശുപത്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അറിയാം, ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ പ്രിൻസി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങൾ ശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഒരു ചികിത്സ കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം. സൂപ്പർ സ്പെഷ്യാലിറ്റിയും മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ കാലഘട്ടങ്ങളിൽ വരുന്നവരെ ചേർത്ത് പിടിക്കുവാനും വരുന്നവൻ്റെ മുറിവുകൾ സ്നേഹത്തോടുകൂടി തുന്നിക്കെട്ടുവാനും കൊടുക്കുമ്പോൾ നിന്റെ രോഗം മാറുമെന്നുള്ള ചിന്തയോടുകൂടി പുഞ്ചിരിയോടുകൂടി ശുശ്രൂഷിക്കുന്ന നല്ല സിസ്റ്റേഴ്സും നല്ല MIM കുടുംബക്കാരുള്ള ഈ ആശുപത്രി വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും കാരിത്താസ് ആശുപത്രിയുണ്ട് കോട്ടയം രൂപതയിൽ, അതുപോലെ തന്നെ LLM ഹോസ്പിറ്റൽ കിടങ്ങൂരുണ്ട്, MIM ഹോസ്പിറ്റൽ ഇവിടെയുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈശോയുടെ ശുശ്രൂഷ ജീവിതമാണ്. രോഗി സൗഖ്യം കൊടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് നേടിയാലും, എത്ര വലിയ ബിൽഡിംഗ് പണിതാലും, എത്ര നല്ല ടെക്നോളജി കൊണ്ടുവന്നാലും ഒരു ഹ്യൂമൻ ടച്ച് നഷ്ടപ്പെടുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നതുപോലെ ഒരു ഡോക്ടറിനെ ഒരു പേഷ്യൻ്റ് കാണാൻ വരുമ്പോൾ ആ പേഷ്യൻ്റെ മുഖത്ത് നോക്കി ഡോക്ടർ സംസാരിക്കും. അതിനുശേഷം അപ്പച്ച അമ്മച്ചി എല്ലാം ഓക്കെ ആയിക്കോളും, എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞ് തോളത്ത് തട്ടുമായിരുന്നു. തെറാപ്പൂട്ടിക് ടച്ച്, ഒരു ഹ്യൂമൻ ടച്ച്. ഇന്ന് ആധുനിക യുഗത്തിൽ സാങ്കേതികതയുടെ മുന്നിൽ നമ്മൾ ഓടുമ്പോൾ ആ ഹ്യൂമൻ ടച്ച് ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമ്മൾ കണ്ടു സൂക്ഷിക്കണം. അതുപോലെ ഒരു നേഴ്സ് ഒരു രോഗിയുടെ മുറിവുകൾ വെച്ച് കിട്ടുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ ആ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചിക്ക് രോഗി സൗഖ്യം ഉണ്ടാകുമെന്നുള്ള ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യണം. ഒരു ഫാർമസിസ്റ്റ് മെഡിസിൻ കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് ആ മെഡിസിൻ കൊടുക്കുമ്പോൾ രോഗിക്ക് ആത്മാർത്ഥമായിട്ട് രോഗി സൗഖ്യം ഉണ്ടാകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കണം. ആ പുഞ്ചിരി ചുണ്ടിലുണ്ടാവണം. ആ പുഞ്ചിരി കാണുമ്പോൾ രോഗിക്ക് പകുതി അസുഖം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മാറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ഒരു ആശുപത്രി തന്നെയാണ് MIM ആശുപത്രി. ഇനിയും കൂടുതൽ ഒരുമിച്ച് വളരാനുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ കാരിത്താസ് ആശുപത്രി MIM ആശുപത്രിയുമായിട്ട് എപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഏത് കാര്യത്തിലും രാത്രിയൊന്നും പകലൊന്നും വ്യത്യാസം കൂടാതെ ഏത് കാര്യത്തിലും കാരിത്താസ് ആശുപത്രി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസവും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലുള്ള 222 കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ്റെ പേരുള്ള അനുമോദനങ്ങളും ഈ അവസരത്തിൽ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ MIM ഹോസ്പിറ്റലിൽ ആത്മാർത്ഥമായിട്ട് അർപ്പിക്കുകയാണ്. ഒറ്റക്കെട്ടായിട്ട് പുഞ്ചിരിയോടുകൂടി എക്സ്പെറാൻസിയുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഭാവുകൾ ആശംസകൾ നൽകുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫാദർ. ഫാദർ ബിനു കുന്നത്തിന് MIM ഹോസ്പിറ്റലിന്റെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി സിസ്റ്റർ പ്രിൻസി SJC ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ സാർ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കാം. ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിന്റെ അധ്യക്ഷ റവറൻഡ് സിസ്റ്റർ അനിത SJC, ഏറ്റവും അഭിനന്ദനായ കോട്ടയത്തിന്റെ ആർച്ച് ബിഷപ്പ് തിരുമേനി ഹിസ് ഗ്രേസ് മാർ മാത്യു മുലക്കാട്ട് പിതാവെ, ഏറ്റവും പ്രിയപ്പെട്ട മോൻ ജോസഫ് MLA അവർ,
പ്രിയങ്കരനായ തോമസ് ചാഴികാടൻ എം പി അവർ, ഏറ്റവും പ്രിയപ്പെട്ട റവറൻ ഫാദർ ഡോക്ടർ ബിനു കുന്തത്ത് അവർ, റവറൻ ഫാദർ മാത്യു അവർ, ഉഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ തങ്കച്ചൻ കെ എം അവർ, ഡോക്ടർ ദീപ്തി തോമസ് അവർ, സിസ്റ്റർ ഡോക്ടർ ധന്യ SJC അവർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. MUM ഹോസ്പിറ്റലിൻ്റെ ഡയമണ്ട് ജൂബിലിയോട് അനുബന്ധിച്ച് നടക്കുന്ന സെലിബ്രേഷൻ എസ്പെറൻസയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. എന്നെ സിസ്റ്റർ പ്രിൻസി വിളിച്ച് ഈ ഡേറ്റ് എടുത്തിരുന്നതാണ്. അടിയന്തരമായി കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലയിലെ പ്രചരണത്തിന് വേണ്ടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. പക്ഷേ സിസ്റ്റർ എന്നെ പങ്കെടുപ്പിക്കണം എന്നുള്ള നിർബന്ധം ഉള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ എന്നെ പങ്കെടുപ്പിക്കുവാൻ വളരെ എന്താ പറയുക കരുതൽ കാണിച്ചത്. പ്രത്യേകമായ നന്ദിയും സ്നേഹവും MUM ഹോസ്പിറ്റലിനോട് ഈ അവസരത്തിൽ എന്നെ ക്ഷണിക്കുകയും ഓൺലൈൻ വഴിയായിട്ടാണെങ്കിലും ഇതിൽ പങ്കെടുക്കുവാൻ അവസരം നൽകി പ്രത്യേകം നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അഭിവന്ധ്യ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ മഹനീയമായ ചടങ്ങുകൾ അത് കഴിഞ്ഞ 60 വർഷക്കാലത്തെ ഈ നാടിന് ചെയ്ത സേവനത്തിന് ശരിക്കും പറഞ്ഞാൽ നന്ദി അർപ്പിക്കുന്നത് കൂടിയാണ്. ഈ ഹോസ്പിറ്റലിനോടുള്ള പ്രത്യേകമായ കടപ്പാടും സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. യാതൊരു സംശയവും വേണ്ട, സിസ്റ്റർ പ്രിൻസിയെ പോലെയും അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാം വളരെ ആധുനികമായ രീതിയിൽ ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് ഹോസ്പിറ്റലിനെ കൊണ്ടുപോകുന്നത് ആലോചിക്കുന്നവരുമാണ്. ഇന്നത്തെ എൻ്റെ ഓൺലൈൻ പ്രസൻസ് തന്നെ അതിനൊരു സൂചനയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും. 60 വർഷം ഒരു നാടിന്റെ മൊത്തം പ്രതീക്ഷയായും ഒരു നാടിന് മുഴുവൻ സേവനം ചെയ്യുവാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാണ്. ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധം ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വരുന്ന വർഷങ്ങളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ കൊണ്ട് എന്തൊക്കെ പിന്തുണയ്ക്കാൻ സാധിക്കുമോ അത് ഞാൻ എന്നും കാണും എന്ന് പറയാൻ അവസരം എടുത്തുകൊണ്ട് സമൂഹത്തിൽ ഇനിയും നന്മ ചെയ്യുവാൻ, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യരംഗ മേഖലയിൽ ഒരു സേവന എന്താ പറയുക പാരമ്പര്യം വേണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സേവനം ചെയ്യുവാൻ സഭ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിന് സേവന പാതയിലൂടെ, സഭയുടെ സേവന പാതയിലൂടെ കഴിഞ്ഞ 60 വർഷങ്ങൾ പോയതുപോലെ ഇനിയും 60 വർഷം മാത്രമല്ല 600 വർഷമായാലും ശരി വരുന്ന വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമൊക്കെ സമൂഹത്തിനും നാടിനും സേവനം ചെയ്യുവാൻ ഈ ഹോസ്പിറ്റലിന് സാധിക്കട്ടെ. സമർപ്പിതരായ സിസ്റ്റർമാർ ഉള്ള ഈ അഡ്മിനിസ്ട്രേഷന് അത് ഒരു സംശയവുമില്ലാതെ സാധിക്കും. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ അവസരത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്ധ്യ പിതാവിനോട് ഇങ്ങനെ എന്നെ അനുവദിച്ചതിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ATA പള്ളിയച്ചൻ, ഹോസ്പിറ്റലിന്റെ ആത്മീയ കാര്യങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് അവൈലബിൾ ആയ ഒരാളാണ്. ആശംസാ പ്രസംഗത്തിനായി മോനിപ്പള്ളി തിരുഹൃദയ ദേവാലയത്തിന്റെ വികാരിയും നമ്മുടെ മാർഗനിർദ്ദേശിയുമായ ബഹുമാനപ്പെട്ട മാത്യു ATA പള്ളി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന മദർ ജനറൽ അനിതാമ്മ, അഭിമന്യ പിതാവ്, എല്ലാം പ്രിയങ്കനായ MLA മോൻസ് അവറുകളെ, ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തങ്കച്ചൻ, പഞ്ചായത്തിലെ പ്രിയങ്കരനായ ജോണീസ് ഉണ്ട്, മറ്റെല്ലാ പ്രിയപ്പെട്ട സ്റ്റേജിലെ സഹോദരിമാരെ, ഇവിടെയുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഊരാളി കുടുംബത്തിലെ അംഗങ്ങളെ, നമുക്കേറെ അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണിത്. എല്ലാവർക്കും സന്തോഷമുണ്ട്. അതിൻ്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഓർത്തു, അപ്പം ഈ ജൂബിലി എന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ട് ജൂബിലി വളരെയേറെ വിലയേറിയ ജൂബിലിയാണ്. അതെന്താണെന്നറിയോ? ഈ ജൂബിലി 60 വർഷം ഡയമണ്ട് ജൂബിലി. ഇപ്പോൾ സ്വർണത്തിന് 56,000, അപ്പോൾ ഡയമണ്ട് അത്രയായിരിക്കും. ഇത് ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം.
നമുക്ക് ഈ ജൂബിലിയിലൂടെ നമ്മളെപ്പോഴും വൈദികരുടെ സന്യസ്തരെല്ലാം ജൂബിലി ആഘോഷിക്കും പറയും, പുറകോട്ട് നോക്കണം, മുമ്പോട്ട് നോക്കണം. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ആശുപത്രി പുറകോട്ട് നോക്കണം, മുമ്പോട്ട് നോക്കണം. പുറകിൽ ചില കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം, ഒരു മിഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ഈ റിപ്പോർട്ടിലും മദറിൻ്റെയും പിതാവിൻ്റെ എല്ലാ പ്രസംഗത്തിലും ഒരുപോലെ കേട്ടതുപോലെ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, രോഗിലേപനത്തിൻ്റെ ശുശ്രൂഷയാണ് സിസ്റ്റർമാർ ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഞാൻ കാണുന്നു, എല്ലാ പ്രാവശ്യവും എല്ലാ പ്രവർത്തനത്തിലും വരികയും നിങ്ങളുടെ ഓരോ വാർഡിലും ഡിപ്പാർട്ട്മെൻറ്റിലും കയറിയിറങ്ങി കാണുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ടായിരിക്കണം, ചിരിയുണ്ടായിരിക്കണം. നിങ്ങൾ ചെയ്ത സേവനം വലുതാണെന്ന് ലോകമറിയണം, ഈ മനുഷ്യരറിയണമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. നമ്മൾ ദുഃഖിച്ച് ചെയ്തിട്ട് കാര്യമില്ല. കർത്താവ് എന്താണ് ചെയ്തത്? ആ മദർ പറഞ്ഞു, ഒരു ഗുണം പിടിച്ച ആളെ കൊണ്ടെന്ന് കഴുകാനായി. കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ട് സുഖമാക്കി, കർത്താവ് പൊട്ടക്കണ്ണനെ തൊട്ട് സുഖമാക്കി, കർത്താവ് തളർന്ന രോഗി ഉയർത്തി. ഇതുപോലെ സഹോദരിമാർക്ക് തൊട്ട് ഒന്നും മടിക്കാതെ, അത് കുഷ്ഠമായാലും അല്ലാത്ത മുറിവായാലും അത് തീർച്ചയായിട്ടും അത് ചെയ്താൽ മാത്രമേ നമുക്കൊരു ധന്യത ലഭിക്കുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ വെല്ലുവിളിയുടെ ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, മുനപ്പള്ളി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് MC റോഡിൻ്റെ തിരുകക്കുറിയായി നിൽക്കുമ്പോൾ പുറകോട്ടല്ല, മുമ്പോട്ട് പോകണം. ഈ 60 കഴിഞ്ഞ് പ്ലാറ്റിനം ജൂബിലി 75 ആഘോഷിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വരാനിടയാകട്ടെ. ഇടയായെങ്കിൽ മാത്രമേ ഇത് കേരളത്തിൽ എണ്ണപ്പെടുന്ന ആശുപത്രിയായി മാറുകയുള്ളൂ. അപ്രകാരം ആകുവാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ പിതാവുണ്ട്, ജനാളമ്മയുണ്ട്, കുന്നത്തച്ഛനുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ എന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വലിയ സംരംഭത്തിൽ ഞാൻ ചേരുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ഒപ്പം ഇടവകയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എല്ലാ ആശംസകളും നന്മയും നേർന്നുകൊണ്ട് ദൈവം ഈ ആശുപത്രിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. MEM ഹോസ്പിറ്റലിലെ ഒരു ടോക്കൺ ഓഫ് ലവ് ബഹുമാനപ്പെട്ട മാത്യു AT പള്ളി അച്ഛന് നൽകുന്നതിന് വേണ്ടി സിസ്റ്റർ അനിത SJCയെ ക്ഷണിക്കുന്നു. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ജനങ്ങളുടെ ഉന്നമനത്തിനായി ഇറങ്ങി വന്ന ജനനായകൻ, ഉഴവൂരിൻ്റെ പ്രിയപുത്രൻ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ KM അവർകളെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മഹനീയ യോഗത്തിൻ്റെ അധ്യക്ഷ സിസ്റ്റർ അനിത, കോട്ടയം അതിരൂപത ബിഷപ്പ് മാത്യു മൂലക്കാട്ട്, പഠിത്തത്തിൻ്റെ MLA മോൻസ് ജോസഫ് സാർ, ഇവിടെ ഓൺലൈനിലൂടെ നമുക്ക് ആശംസ അർപ്പിച്ച ചാണ്ടി ഉമ്മൻ MLA, കാരിത്താസ് ആശുപത്രിയുടെ പ്രസിഡന്റ് ഡോക്ടർ ബിനു കുന്നത്ത്, നമുക്ക് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ധന്യ, റിപ്പോർട്ട് അവതരിപ്പിച്ച സിസ്റ്റർ പ്രിൻസി, ആശംസ അർപ്പിച്ച മുൻപള്ളി പള്ളിയുടെ വികാരിയച്ഛൻ മാത്യു AT പള്ളി അച്ഛൻ, സ്വാഗതം നന്ദി അർപ്പിക്കാനുള്ള ഡോക്ടർ ദീപ്തി, ഇവിടെ ആയിരിക്കുന്ന വൈദിക സിസ്റ്റർമാരെ, സിസ്റ്റേഴ്സ്, എല്ലാവരായ സഹോദരി സഹോദരന്മാരെ, ഉടവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോണി സ്വിസ്റ്റിക്ക, ഊരാളി കുടുംബാംഗങ്ങളെ, ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നു. MEM ആശുപത്രി എന്ന് പറയുമ്പോൾ മോനപ്പള്ളിയുടെ കാരുണ്യത്തിൻ്റെ മുഖമാണ്. നമുക്കറിയാം, വികസനം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് 1964 ഉണ്ടായ ഈ ആശുപത്രി ഇപ്പോൾ 60 വർഷങ്ങൾക്ക് ശേഷം സെൻറ്റ് ജോസഫ് കോൺഗ്രേഷൻ സിസ്റ്റർമാരുടെ കയ്യിൽ ഭദ്രമായി മുന്നോട്ട് പോവുകയാണ്. MEM ആശുപത്രി പ്രത്യേകത എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ എല്ലാ ആധുനിക വൈദ്യസംഘത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ല ശുശ്രൂഷ സാധിക്കുന്നു എന്നുള്ളതിനാണ്. ഈ ഹോസ്പിറ്റൽ ആരംഭിച്ച ശേഷമാണ് ഈ മോനപ്പള്ളി ഭാഗത്ത് പുതിയ
സ്ഥാപനങ്ങൾ വന്നതും മോനപ്പള്ളിയിലെ വികസനം ആരംഭിക്കാനിടയായതും ഇന്ന് ആശുപത്രിയുടെ 60ാമത് ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുവാനും ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഉഴവൂർ പഞ്ചായത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നമ്മുടെ MUM ആശുപത്രി എന്ന് പറയുന്നത്. ഈ ആശുപത്രിയുടെ ഇത്രയും നാളത്തെ നല്ല പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഇവിടുത്തെ മാനേജ്മെൻറ്റിനെയും അതുപോലെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാം മുട്ടാണ് പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മോനിപ്പള്ളിയിലും ഉഴവൂരിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളുള്ള നിരവധി പേർക്ക് ജോലി കൊടുക്കുവാൻ ഈ ആശുപത്രി കാണിച്ച മനസ്സിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഹോസ്റ്റലിൽ നാനാജാതി മനസ്സർക്ക് കാരുണ്യം പകർന്നു നൽകുന്ന ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് ഈ ഹോസ്റ്റലിൽ എത്രയും നല്ല രീതിയിൽ മുന്നോട്ട് ഇനിയും കരഘോഷങ്ങളോടെ വളരെ പ്രൗഢിയോടെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. MUM ഹോസ്പിറ്റലിന്റെ ഒരു സ്നേഹോപഹാരം ശ്രീ തങ്കച്ചൻ കെഎമ്മിന് നൽകുന്നതിനായി സിസ്റ്റർ ഡോക്ടർ ധന്യ SJCയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, MUMന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്നതോടൊപ്പം ഒരു സിൽവർ ജൂബിലിയറിയൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. Any guesses? Can you guess? ആർക്കും അറിയില്ല? ജസ്റ്റ് ഒരു ഗസ് പറയാം. യെസ്, സിസ്റ്റർ ഡോക്ടർ ധന്യ. തന്റെ ശുശ്രൂഷയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ സീനിയർ പീഡിയാട്രിഷ്യനും ഈ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സൂപ്രണ്ടന്റുമായ സിസ്റ്റർ ഡോക്ടർ ധന്യ SJCയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് സിസ്റ്റർ ജാനറ്റ് SJCയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, MUM കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, വജ്ര ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന MUM ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്താളുകളിലേക്ക് സുവർണ ലിപികളാൽ കുത്തിവയ്ക്കപ്പെട്ട മറ്റൊരു ഏട് കൂടി. ഇന്ന് വജ്ര ജൂബിലി നിറവിൽ ഇരുട്ടിമധുരം പോലെ തൻ്റെ സ്നേഹശുശ്രൂഷയുടെ രജത ജൂബിലി നിറവിലായിരിക്കുന്ന സിസ്റ്റർ ഡോക്ടർ ധന്യയ്ക്ക് രജത ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. MUM ഹോസ്പിറ്റലിൻ്റെ നാൾവഴികളിൽ ആദ്യത്തെ പീഡിയാട്രീഷ്യനായി 1999 മുതൽ സിസ്റ്റർ ഡോക്ടർ ധന്യ സേവനമനുഷ്ഠിക്കുന്നു. ഇവിടേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സിസ്റ്റർ തന്നെ പരിചരിക്കുന്നു. കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്ന ഡോക്ടർ ആൻറ്റി എന്ന സിസ്റ്റർ ധന്യയ്ക്ക് അവരിൽ ഒരാളായി മാറാൻ സാധിക്കുന്നു എന്നത് സിസ്റ്ററിനെ വ്യത്യസ്തയാക്കുന്നു. ചെറിയവനോ വലിയവനോ എന്ന വേർതിരിവില്ലാതെ മനുഷ്യജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന സിസ്റ്റർ മോനപ്പള്ളിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ടെലിമെഡിസിനിലൂടെ മിഷൻ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് എന്നും ഒരു അനുഗ്രഹവും പ്രതീക്ഷയും അതിലുപരി ഞങ്ങളുടെ എല്ലാം അഭിമാനവുമാണ്. ആത്മീയതയും സർഗാത്മകതയും സൗഹൃദങ്ങളും വിളക്കി ചേർത്ത് ചുറ്റുമുള്ളവർക്ക് ആശ്വാസവും ആനന്ദവും പകരുന്ന ഒരു ഉപകരണമായി ഇനിയും ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സന്തോഷ അവസരത്തിൽ സിസ്റ്റർ ഡോക്ടർ ധന്യയെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിനായി റവറൻഡ് മദർ അനതിയെ ക്ഷണിക്കുന്നു. ആദരം സ്വീകരിക്കുന്നതിനായി സിസ്റ്റർ ഡോക്ടർ ധന്യയെ ക്ഷണിക്കുന്നു. താങ്ക് യു സിസ്റ്റേഴ്സ്. ഡയമണ്ട് ജൂബിലിയുടെ ആഘോഷങ്ങളെപ്പറ്റി ചിന്തിച്ചപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആശയങ്ങളിൽ ഒന്നാണ് ലക്കി ഡ്രോ. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ ലക്കി ഡ്രോയ്ക്ക് ചുക്കാൻ പിടിച്ച റെവറൻഡ് സിസ്റ്റർ പ്രിൻസിന SJCയെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. MUM ഹോസ്പിറ്റലിൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ലക്കി ഡ്രോ കൂപ്പണുകൾ വിതരണം ചെയ്തിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പും സമ്മാനദാനവുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ അവസരത്തിൽ ഇതിനോട് പൂർണ്ണമായി സഹകരിച്ച മുഴുവൻ ആൾക്കാരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ അനുമോദിക്കുന്നു.
പ്രത്യേകിച്ച് ഒന്നാം സമ്മാനം സൈക്കിൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമതി ഏലിക്കുട്ടി ജോസഫ് ആൻറ്റിത്തോട്ടത്തിലും, രണ്ടാം സമ്മാനം സ്മാർട്ട് വാച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൈമൺ മടത്താൻചേരിയിലും, മൂന്നാം സമ്മാനം പെഡസ്റ്റൽ ഫാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൂത്താട്ടുകുളം പുളിമൂട്ടിൽ ഇലക്ട്രിക്സും, നാലാം സമ്മാനമായ മിക്സി സ്പോൺസർ ചെയ്തിരിക്കുന്നത് MUM ഹോസ്പിറ്റലിൻ്റെ മുൻ ഓപ്പറേഷൻസ് മാനേജർ സാജൻ S. കുരുവളിയുമാണ്. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിജു മംഗലത്താഴത്താണ്. ഇവരെ ഏറെ നന്ദിയോടെ ഓർക്കുകയും MUM ഹോസ്പിറ്റലിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എല്ലാവരും കാത്തിരിക്കുന്ന ഈ നറുക്കെടുപ്പ്, ഇതിലെ ഭാഗ്യവാൻ ആര്, ഭാഗ്യവതി ആര് എന്ന ഈ നറുക്കെടുപ്പ് ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. ഇതിലേക്കായിട്ട് ആദ്യമേ തന്നെ നറുക്കെടുപ്പ്, അതായത് അഞ്ചാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണീസ് സ്റ്റീഫൻ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ദയവായിട്ട് നറുക്കെടുപ്പിനായി കയറി വരണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു തിരുത്ത്, മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. നാലാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബിജു മംഗലത്താഴത്ത് ഇൻഡക്ഷൻ കുക്കർ. സമ്മാനം ജോണി തുരുത്തിപ്പള്ളിയിൽ ആണ്. ഇവിടെ നമ്പർ പറയുകയാണെങ്കിൽ അടുത്തത് സാജൻ S. കുരുവള സ്പോൺസർ ചെയ്യുന്ന നാലാം സമ്മാനമായ മിക്സി. ആ ഭാഗ്യവാനെയും ഭാഗ്യവതിയെയും കണ്ടെത്താനായിട്ട് നമ്മുടെ കപ്പൂച്ചൻ സഭയിലെ കാപ്പിപ്പൊടി അച്ഛൻ, എല്ലാവർക്കും പ്രിയങ്കരനായ കാപ്പിപ്പൊടി അച്ഛൻ നമ്മുടെ വേദിയിൽ ഇരിപ്പുണ്ട്. അച്ഛനെ സ്നേഹപൂർവ്വം ഇതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്പർ 120-12 ബേബി VC, കെയർ ഓഫ് സിസ്റ്റർ സുരഭി. ഇവിടെ ഉണ്ടെങ്കിൽ സമ്മാനം വന്ന് വാങ്ങാവുന്നതാണ്. താങ്ക് യു ഫാദർ. മൂന്നാം സമ്മാനം കൂത്താട്ടുകുളം പുളിമൂട്ടിൽ ഇലക്ട്രിക്സിൽ സ്പോൺസർ ചെയ്യുന്ന പെഡസ്റ്റൽ ഫാൻ സമ്മാനത്തിനായിട്ട് നറുക്കെടുപ്പ് എടുക്കുന്നു. ഇതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA മോൻസ് ജോസ് അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്പർ 133-74 ജോബി വിൻസെന്റ്, കെയർ ഓഫ് ഡോക്ടർ ധന്യ. താങ്ക് യു സർ. രണ്ടാം സമ്മാനമായ സ്മാർട്ട് വാച്ച് സൈമൺ മടത്താൻചേരിയിൽ സ്പോൺസർ ചെയ്യുന്ന സ്മാർട്ട് വാച്ച്. ഇത് നറുക്കെടുപ്പിലൂടെ ആ ഭാഗ്യവാനെ കണ്ടെത്തുവാനായിട്ട്, ഭാഗ്യവതിയെ കണ്ടെത്തുവാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിനു കുന്നത്തച്ഛനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചതിച്ചു നമ്മളെ വീണ്ടും.
132 13200 നമ്പർ. ജോബി വിൻസൻ, നമ്മുടെ ഡോക്ടർ ധന്യ തന്നെ അത് ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുക്കാൻ, 2ാം സമ്മാനം വാങ്ങിച്ചതല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഏറെ സന്തോഷം തരുന്ന 1ാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടക്കുകയാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ അണിഞ്ഞൊരുങ്ങി നവവധുവിനെ പോലെ ഇരിക്കുന്നു. ഈ സൈക്കിൾ ആർക്ക് കിട്ടും എന്നതിന് അതിൻ്റെ ഭാഗ്യവാനെ കണ്ടെത്താനായിട്ട് അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്പർ 388 അരുൺ എബ്രാഗം, മണ്ണുക്കുന്നേൽ. മൊബൈൽ നമ്പർ 9447702031. ഞങ്ങളുടെ ഈ കൂപ്പണിനോട് സഹകരിച്ച എല്ലാവർക്കും, ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ അനുസ്മരിക്കുകയും എല്ലാവർക്കും MEM ഹോസ്പിറ്റലിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി. താങ്ക് യു സിസ്റ്റർ. MEM ഹോസ്പിറ്റലിൻ്റെ എസ്പെറൻസ പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തീക്ഷ്ണതയോടും ആത്മാർത്ഥതയോടും അതിലുപരി വിശ്വസ്തയോടും കൂടി നിർവഹിച്ചത് നമ്മുടെ ജനറൽ കൺവീനർ സിസ്റ്റർ ഡോക്ടർ ദീപ്തി SJC ആണ്. ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനായി സിസ്റ്റർ ഡോക്ടർ ദീപ്തി SJCയെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, MEM കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികളെ, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫിന് വേണ്ടി രചനാ മത്സരങ്ങളും ചില ഇൻഡോർ ഗെയിംസുകളും നമ്മൾ നടത്തുകയുണ്ടായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ആവേശഭരിതമായ പങ്കാളിത്തമാണ് മത്സരങ്ങൾക്കുണ്ടായിരുന്നത്. മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വിജയികളായവരെ പ്രത്യേകം അനുമോദിക്കുന്നു. വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ മദർ അനിതയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്നവർ സമയം കളയാതെ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒന്നാമതായി ഉപന്യാസ മത്സരമാണ് നമ്മൾ നടത്തിയത്. ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ഡോക്ടർ ധന്യ പോൾ. 2ാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് സിസ്റ്റർ ഹന്ന. അടുത്തതായി കഥാരചനയ്ക്കുള്ള സമ്മാനദാനമാണ് നടത്തുന്നത്. 1ാം സമ്മാനം നേടിയിരിക്കുന്നത് അനുമോൾ തങ്കച്ചൻ. 2ാം സമ്മാനം നേടിയിരിക്കുന്ന അഞ്ചുകുട്ടി. അടുത്തത് കവിതാരചനയ്ക്കുള്ള സമ്മാനമാണ്. 1ാം സമ്മാനം അമലാക്കുട്ടൻ. 2ാം സമ്മാനം നേടിയിരിക്കുന്നത് സിനു സണ്ണി. പെൻസിൽ ഡ്രോയിങ്ങിന് സിസ്റ്റർ നിത്യ SJC ആണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്. 2ാം സമ്മാനം നേടിയിരിക്കുന്നത് ബ്ലസി മോഹനൻ. ക്വിസ് കോമ്പറ്റീഷന് സമ്മാനം നേടിയിരിക്കുന്നത് 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ഡോക്ടർ ധന്യ പോൾ. 2ാം സമ്മാനം നേടിയിരിക്കുന്നത് മിസ്റ്റർ ബെന്നി മാത്യു. അടുത്തതായി ജിക്സോ പസിൽ മത്സരമാണ്. 1ാം സമ്മാനം നേടിയിരിക്കുന്ന സിസ്റ്റർ സെറീന ആൻഡ് രാധുമോൾ സതീഷ്. 2ാം സമ്മാനം ഡോക്ടർ ധന്യ പോൾ ആൻഡ് ജിഷ രാജേഷ്. ക്യാരംസ് മത്സരത്തില് ടീം റെഡ് ആണ് സമ്മാനം നേടിയിരിക്കുന്നത്. ജോമിൻ ജോസഫ് ആൻഡ് ലയ ജോർജ്.
രണ്ടാം സമ്മാനം ടീം ബ്ലൂ ആണ്, മോൻസി ബിജു ആൻഡ് അനുമോൾ ടോംസ്. അടുത്തതായി വിമാനം പറത്തൽ എന്ന മത്സര ഇനമാണ്. മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് വിമൽ കൃഷ്ണ ആൻഡ് ആഞ്ചലിൻ ജോൺ. രണ്ടാം സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് ഷാരോൺ ലാൽ ആൻഡ് സിസ്റ്റർ ടീനു. ഗ്ലാസ് ആൻഡ് ബലൂൺ മത്സരത്തിൽ 2 ഫസ്റ്റ് പ്രൈസുകളാണുള്ളത്. അഞ്ജു ഷാബു ആൻഡ് നിത്യമോൾ സാജി. അടുത്തത് നമ്മുടെ പ്രശസ്തമായ തീറ്റ മത്സരമാണ്. തീറ്റ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സിനു സണ്ണി. ഇതിന് 2 സെക്കൻഡ് പ്രൈസുകളാണുള്ളത്. ജോസ്മോൻ തോമസ് ആൻഡ് നിഷ സെബാസ്റ്റ്യൻ. ആവേശഭരിതമായ ഡിബേറ്റ് മത്സരം നമ്മൾ നടത്തുകയുണ്ടായി. ഇതിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ടീം ഗ്ലാഡിയേറ്റേഴ്സ്. ഇതിലുള്ള അംഗങ്ങൾ നീനു മെർലിൻ അജി, ജിഷാമോൾ കേവോ, ദീപ്തി കുര്യൻ, സോജിമോൾ വിജയ്, കണിമോൾ സണ്ണി എന്നിവരാണ്. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ടീം വാരിയേഴ്സ് ആണ്. ജിഷ റോബിൻ, അഞ്ജുമോൾ ജോസഫ്, ലളിത സാബു, സൂര്യമോൾ കെ പി, നിഷ സെബാസ്റ്റ്യൻ. അടുത്തതായി വജ്ര ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ലക്കി ഡ്രോ കൂപ്പണുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചവർക്കുള്ള സമ്മാനദാനമാണ്. ഇതിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 37 കൂപ്പണുകൾ വിറ്റഴിച്ച സിസ്റ്റർ ഡോക്ടർ ധന്യ SJC ആണ്. നമുക്കറിയാം 2 സമ്മാനങ്ങൾ സിസ്റ്ററിന്റെ കെയർ ഓഫിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ ക്ഷണിക്കുന്നു. രണ്ടാമതെത്തിയിരിക്കുന്ന 22 കൂപ്പണുകൾ വിറ്റഴിച്ചുകൊണ്ട് സിസ്റ്റർ സെറീന SJC. ഇതോടൊപ്പം തന്നെ 4 പ്രോത്സാഹന സമ്മാനങ്ങൾ കൂടിയുണ്ട്. സിസ്റ്റർ സുരഭി SJC 20 കൂപ്പണുകൾ, സിസ്റ്റർ പ്രസന്ന 15 കൂപ്പണുകൾ, സിസ്റ്റർ ഹന്ന 17 കൂപ്പണുകൾ, സിസ്റ്റർ ടീനു 13 കൂപ്പണുകൾ. MUM 60ന്റെ നിറവിലെത്തിയിരിക്കുമ്പോൾ ആ സന്തോഷത്തിന്റെ ഊഷ്മത ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ സേവനം ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാഫിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഓർത്തോപീഡീഷ്യൻ ഡോക്ടർ ടിബിൻ കെ തോമസ് ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട മദർ അനിതയിൽ നിന്ന് സ്വീകരിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ. Gratitude is the inward feelings of kindness received. ഇന്നത്തെ ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് MUM ഹോസ്പിറ്റലിന്റെ ഹെഡ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ക്വാളിറ്റി മാനേജർ ഡോക്ടർ ദീപ്തി തോമസ് ആണ്. ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ദീപ്തിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, MUM ഹോസ്പിറ്റൽ 60ന്റെ നിറവിൽ നിൽക്കുന്ന ഈ ഓസ്പീഷ്യസ് ഒക്കേഷനിൽ ഏറ്റവും ആദ്യമായി സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഔപചാരികമായി ഇനാഗ്രേറ്റ് ചെയ്ത എത്രയും ബഹുമാന്യനായ ആർച്ച് ബിഷപ്പ് കേസ് ഗ്രേസ് മാർ മാത്യു മൂലക്കാട്ട് പിതാവിന് MUM ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിന്റെ 60th ആനിവേഴ്സറി സെലിബ്രേഷൻസ് നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ റെവറൻഡ് സിസ്റ്റർ അനിത മദറിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഇലക്ഷൻ തിരക്കുകൾ മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി നമ്മൾക്ക് ആശംസകൾ അറിയിച്ച നമ്മളുടെ പ്രിയങ്കരനായ ശ്രീ ചാഴിക്കാടൻ MPക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേരുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മോൻസ് ജോസഫ് MLAക്കും ആദരപൂർവ്വം നന്ദി അറിയിക്കട്ടെ. ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിലും ഓൺലൈൻ മാർഗം നമുക്ക് ആശംസകൾ അറിയിച്ച അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA, ആശംസകൾ അറിയിച്ച് ഈ പരിപാടി മനോഹരമാക്കിയ ചായ് കേരള പ്രസിഡന്റ് ഡോക്ടർ ബിനു കുന്നത്തച്ഛൻ, സേക്രഡ് ഹാർട്ട് ചർച്ച് മോനിപ്പള്ളി വികാരി റവറൻഡ് ഫാദർ മാത്യു ഇട്ടയപ്പള്ളി അച്ഛൻ, ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തങ്കച്ചൻ അവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
വേദിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഈ ഹോസ്പിറ്റലിനെ മുൻപിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ സ്വന്തം അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് സിസ്റ്റർ പ്രിൻസിക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ മെഡിക്കൽ ആൻഡ് സോഷ്യൽ വർക്ക് കൗൺസിലർ, നമ്മുടെ സീനിയർ ഗൈനക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഗ്രേസി, ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് സിസ്റ്റർ ഡോക്ടർ ധന്യ, MUM ട്രസ്റ്റ് മെമ്പേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് എന്നിവരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. MUM ആന്തം സംഗീതം ചെയ്ത ഫാദർ ജസ്റ്റിൻ കല്യാണിയിൽ അച്ഛനെയും ലിറിക്സ് തയ്യാറാക്കിയ നമ്മുടെ സിസ്റ്റർ പ്രിൻസിയെയും നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. MUM ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ക്ഷണം സ്വീകരിച്ച് മോനുപള്ളി പ്രദേശത്തു നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നും ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ നിന്നും വിലപ്പെട്ട സമയം മാറ്റിവെച്ച് എത്തിച്ചേർന്നവർക്കും ശ്രീ ജോണീസ് അവറുകൾക്കും MUM ഹോസ്പിറ്റൽ ഫാമിലി ഗാദറിങ്ങിന് എത്തിച്ചേർന്ന ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫിന്റെ കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് സ്പോൺസേഴ്സിനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനയാലും മറ്റ് വിവിധ രീതിയിലും നമ്മളോട് ചേർന്ന് നിന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. MUM ഹോസ്പിറ്റൽ 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ മുൻകാലങ്ങളിൽ ഇവിടെ സേവനമനുഷ്ഠിച്ചവർക്കും ഇവിടെ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാഫിനും അവരുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ അവസരം സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിനോട് നന്ദി പറയുവാനായി വിനിയോഗിക്കുന്നു. ഇന്നത്തെ ദിവസം ഇത്ര മനോഹരമാക്കുവാൻ മുൻപിൽ നിന്നും പിന്നിൽ നിന്നും പ്രവർത്തിച്ച പ്രോഗ്രാം കൺവീനർ സിസ്റ്റർ ഡോക്ടർ ദീപ്തി, വിമൽ കൃഷ്ണ ആൻഡ് സിസ്റ്റർ ടീനുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം കമ്മിറ്റി, സിസ്റ്റർ നിത്യ ആൻഡ് ടീമിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻ കമ്മിറ്റി, സിസ്റ്റർ ജാനറ്റ് ആൻഡ് സിസ്റ്റർ സുരഭിയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റി, അമ്പിളി ആൻഡ് സിസ്റ്റർ ഹാനയുടെ നേതൃത്വത്തിലുള്ള റിസപ്ഷൻ കമ്മിറ്റി, PRO ടോം ഷാജിയുടെ നേതൃത്വത്തിലുള്ള പബ്ലിസിറ്റി കമ്മിറ്റി, ഡോക്ടർ കുര്യൻ മാത്തുവിൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ്, സിസ്റ്റർ ഡോണ ആൻഡ് സിസ്റ്റർ ലിയയുടെ നേതൃത്വത്തിലുള്ള ഗിഫ്റ്റ് അറേഞ്ച്മെൻറ്റ് കമ്മിറ്റി, ഫുഡ് ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്ത സിസ്റ്റർ പ്രസന്ന ആൻഡ് ടിജി, മറ്റ് കമ്മിറ്റി ആൻഡ് ടീം മെമ്പേഴ്സ്, ഈ ഹോസ്പിറ്റലിനെ സ്വന്തമായി കരുതി സ്നേഹിക്കുന്ന ഈ ഹോസ്പിറ്റൽ സ്റ്റാഫ് കൂടിയായ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത ലൂക്കോസ്, സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത മനോജ് ആൻഡ് ടീം, ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത മാത്തുക്കുട്ടി ആൻഡ് ടീം, ഫുഡ് MUM ക്യാൻറ്റീൻ ബിജു മംഗലത്താഴത്ത്, രഞ്ജു ബേക്ക് ഹൗസ്, ക്യാമറ ആൻഡ് വീഡിയോ, LED, പോസ്റ്റേഴ്സ് ആൻഡ് സോഷ്യൽ മീഡിയ, ഡ്രിങ്കിംഗ് വാട്ടർ അറേഞ്ച്മെൻറ്റ്സ്, എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങൾക്ക് നന്ദി. ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കാനായി ഒരുങ്ങിയിരിക്കുന്ന MUM ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് അവരുടെ കുട്ടികൾ, ഈ ആതുരാലയത്തിൻ്റെ അയൽക്കാരും ഇവിടുത്തെ സേവനങ്ങളിൽ ഭാഗവാക്കായുമായി ഇന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നവർക്കും, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നമുക്കായി ഒരുക്കുന്ന കുന്നലക്കാടൻ ബാൻസിനും ഡ്രമ്മർ കീർത്തിക്കും നന്ദി പറയുന്നു. ആരുടെയെങ്കിലും പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദിയോടെ ഡയമണ്ട് ജൂബിലി വിഷസ് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആകാംക്ഷയോടെ നറുക്കെടുപ്പിൽ ഫസ്റ്റ് സമ്മാനം അനൗൺസ് ചെയ്തിരുന്ന അരുൺ എബ്രാഹിം ഇവിടെ എത്തിക്കഴിഞ്ഞു. അരുൺ എബ്രാഹത്തിൻ്റെ സഹോദരി സിസ്റ്റർ ഹർഷ ഈ സൈക്കിള് ഏറ്റുവാങ്ങാനായിട്ട് വരുന്നു. സൈക്കിൾ അരീക്കരയ്ക്ക് യാത്രയാകുകയാണ്. നമ്മുടെ അരീക്കരയിലേക്കാണ് നമ്മുടെ സൈക്കിൾ യാത്രയാകുന്നത്. എല്ലാവരും ഒന്ന് നല്ല കൈയ്യടി കൊടുത്തത് പ്രോത്സാഹിപ്പിച്ചേ സൈക്കിൾ വാങ്ങിക്കുകയാണ്. സൈക്കിൾ ചവിട്ടാൻ അറിയാമോ എന്ന് അറിയത്തില്ല, എങ്കിലും കൊടുത്തു. MUM ഫാമിലിയെ ഒരേ ചരടിൽ കോർത്തിണക്കുന്നതാണ് MUM ആന്തം. ഈ ഗാനത്തിന്റെ രചയിതാവ് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ പ്രിൻസി SJC ആണ്. സിസ്റ്റർ പ്രിൻസിയുടെ വരികൾക്ക് ജീവൻ നൽകി ഈ ആന്തം സംഗീത സംവിധാനം നിർവഹിച്ചത് ഫാദർ ജസ്റ്റിൻ കല്യാണിക്കലാണ്. MUMലെ ഗാനഗോപുരങ്ങൾ അണിനിരക്കുന്ന ഈ ആന്തത്തിൽ നമുക്കൊന്നു ചേർന്ന് പങ്കുചേരാം. ദൈവമേ സാന്ത്വനഗീതം നിറയും ഭവനം കരുതലിൻ കരങ്ങളാൽ കരുണതൻ സ്പർശമായി അനുഗ്രഹ സ്പന്ദനം നൽകുന്നു. സ്വർഗീയ സാന്നിധ്യം നിറയുന്നു. God,
യേശുവിൻ്റെ സ്പർശനമേകാം നമുക്കൊന്നായി. സ്നേഹസേവന മാതൃക നൽകിയ MUM-ന്റെ മധ്യസ്ഥൻ സെയിന്റ് ജോസഫിൻ പാതയിലെന്നും തുടരാം സൗഖ്യ ശുശ്രൂഷ. നമുക്ക് സമ്മാനിച്ച സിസ്റ്റർ പ്രിൻസി SJC നമ്മുടെ ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി സിസ്റ്റർ ജാനറ്റ് SJCയെ ക്ഷണിച്ചുകൊള്ളു.